സർക്കാർ പ്ലീഡർ നിയമനത്തിൽ BJP ബന്ധം ആരോപിച്ച CPM-ഉം സമസ്തയും സർക്കാർ പ്ലീഡറായി നിയമിച്ച ശരത്ത് BJP പ്രവർത്തകരാണെന്ന് MLA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സർക്കാർ വന്ന് 2 മാസം തികയുന്നതിന് മുൻപ് BJP പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയാണ് എന്നും കുറ്റപ്പെടുത്തൽ. നമുക്കറിയാം, സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ നിലയിലേക്ക് വൈറലാണ്. സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഒറ്റക്കും കൂട്ടായും മുഖ്യമന്ത്രിയെ കാണുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയത് KPCC ഭാരവാഹിയാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വേണം ഇത്തരം പ്ലീഡർമാരുടെ നിയമനം. പ്ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ശബ്ദമാണ്. ജുഡീഷ്യറിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വോയിസാണ് പ്ലീഡർ. അവിടെ ഇതുപോലുള്ള BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമിക്കുന്നതിലൂടെ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇത് കാണേണ്ടതുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. സംഘപരിവാർ ബന്ധമുള്ളവരെ സർക്കാർ ഉന്നത പദവികളിൽ നിയമിക്കുന്നതിൽ അതൃപ്തി പരസ്യമാക്കി സമസ്തയും രംഗത്തെത്തി. വർഗീയതയ്ക്കെതിരെ സന്ധി ചെയ്യില്ല എന്ന നിലപാടെടുത്ത മുഖ്യമന്ത്രിക്ക് നയവ്യതിയാനമുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധങ്ങൾ യുക്തമായ രീതിയിൽ അവതരിപ്പിക്കൽ അനിവാര്യമായ കാര്യമാണ്. അതാണ് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതും ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെട്ട് നമ്മൾ കാണുന്നതും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ UDF ചർച്ച ചെയ്യും എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് UDF ചേരാത്തൊരു സാഹചര്യത്തിൽ അത് ചേർന്നതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംഘപരിവാറുമായുള്ള ഈ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് UDF ഗൗരവത്തിലെടുക്കുമെന്നും ചർച്ച ചെയ്യുമെന്നും അതിന് തീരുമാനമുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രസംഗിച്ചിരുന്നു. വിധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണ് ഇപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്ലീഡർ നിയമനത്തിൽ തിരുത്തൽ വേണമെങ്കിൽ തിരുത്തുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ മറുപടി. സർക്കാർ മുൻവിധിയോടെ ഒന്നിനെയും സമീപിക്കുന്നില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. മുൻകാലങ്ങളിൽ പല പശ്ചാത്തലവുമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. നമുക്കത് കൃത്യമായിട്ട് പാർട്ടി ആലോചിച്ച് അതിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും സർക്കാർ തയ്യാറാണല്ലോ. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. നമ്മളാരും ഒരു കുറ്റവും കുറവില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് പ്ലീഡറെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ഗവൺമെന്റ് അതിനകത്ത് തിരുത്തൽ നടപടി സ്വീകരിച്ചു. അപ്പോൾ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഗവൺമെന്റിന് അതിനകത്ത് മുൻവിധികളൊന്നുമില്ല. ഗവൺമെന്റ് അതിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ സ്വീകരിക്കും. AK അഭിലാഷും റോഷിപാലുമാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം AK അഭിലാഷിലേക്കാണ് പോകുന്നത്. അഭിലാഷ്, RSSകാരനാണ്, കൊലപാതക കേസുകളിലടക്കം സംഘടനയ്ക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലാണ്. എന്തിനാണ് ഈ നിയമനം എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം സമസ്തയും അടക്കം ഉന്നയിക്കുന്നത്. ഇതിൽ സ്വാഭാവികമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിയമനം എന്നുള്ളതല്ല, ഈ CPM ബന്ധമുള്ളവരും അല്ലാതെ RSS ബന്ധമുള്ളവരുടെയും ഒക്കെ നിയമനം വരുമ്പോൾ കോൺഗ്രസുകാരില്ലാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസുകാർ തന്നെ. തീർച്ചയായിട്ടും അതും നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് ഇന്നലെ RV ബാബുവും അതോടൊപ്പം തന്നെ ശശികലയും മുഖ്യമന്ത്രിയെ കാണുകയും അതോടൊപ്പം തന്നെ അവർ നിവേദനം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ 31 പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ RSS അനുകൂലിയായ സംഘപരിവാറിന്റെ ബന്ധമുള്ള അല്ലെങ്കിൽ പ്രവർത്തകൻ കൂടിയായ ശരത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് കൂടി നിയമനം നൽകിയതോടു കൂടിയാണ് CPM-ഉം അതോടൊപ്പം തന്നെ സമസ്തയും വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തത്. ഏതായാലും മുഹമ്മദ് റിയാസ് പറയുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായി സംഘപരിവാറിലേക്ക് പോകുന്ന ഒരു നിലപാടാണ് UDFന്റെ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ള കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിമർശനം ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ കൂടി വരുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തെറ്റുതിരുത്താനായിട്ട് നിയമനങ്ങൾ നടത്തുകയാണോ UDF സർക്കാർ ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നു. അതിന് പിന്നാലെയാണ് സമസ്തയുടെ നേതാവായ അബ്ദുസമദ് പൂക്കോട്ടൂർ കൂടി സമാനമായ ചില അമർശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതായത് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ മത ധ്രുവീകരണ ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകൾക്കെതിരെ സന്ധി
പന്തിയില്ല നിലപാട് സ്വീകരിച്ചു വന്ന ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് നയവ്യതിയാനം സംഭവിച്ചോ എന്ന് പരിശോധിക്കണം. ഇക്കാര്യം UDF-ൽ ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗ് ഇതിന് മുൻകൈ എടുക്കുമെന്ന് കരുതുന്നു എന്നടക്കം അദ്ദേഹം പറയുകയും ചെയ്ത് ഏതായാലും സമൂഹത്തിലാകെ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന് തന്നെയാണ് സമസ്ത ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഏതായാലും UDF യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് സമസ്തയും വരും. അതൃപ്തി അടക്കം UDF നേതാക്കളെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, ഈ നിയമനങ്ങളുമായി പ്രത്യേകിച്ച് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതുണ്ട്. അപ്പോഴും സ്വാഭാവികമായി നോക്കുകയാണെങ്കിൽ, ഭരണഘടനാപരമായി നോക്കുകയാണെങ്കിൽ കോൺഗ്രസുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസുകാർ, CPM-കാർ ഭരിക്കുമ്പോൾ CPM-കാർ എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. പക്ഷേ അതാണ് കീഴ്വഴക്കം. സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അങ്ങനെ നിയമനങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നത് കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ തുടർച്ചയായി കോൺഗ്രസ് കേൾക്കേണ്ടിയും വരുന്നു. മാധു, ഇന്നലെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അസംതൃപ്തി പരസ്യമാക്കിയതാണ്. SFIയുടെ നേതാവിനെ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചത് സംബന്ധിച്ചാണ് വിമർശനം. കാരണം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി സമരങ്ങളിൽ മർദ്ദനമേറ്റുവാങ്ങിയ അഭിഭാഷകരുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ എതിർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നിരന്തരം പ്രവർത്തിച്ച, കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ ആളുകളെ പോലും പരിഗണിച്ചു എന്നതാണ് പരാതിയായി ഉയർത്തിയത്. അങ്ങനെ KSU സംസ്ഥാന അധ്യക്ഷൻ പോലും പരസ്യമായി GP നിയമനത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. നേരത്തെ പല ഘട്ടങ്ങളിലായി അഭിഭാഷക കോൺഗ്രസ് തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി അവരുടെ അസംതൃപ്തി KPCC അധ്യക്ഷനൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇങ്ങനെ CPM-മായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകരെ, RSS-മായി ബന്ധമുള്ളവരെയൊക്കെ അഭിഭാഷകരായി നിയമിക്കുന്നതിലുള്ള അസംതൃപ്തിയാണ്. സാധാരണ LDF സർക്കാർ അധികാരത്തിലെത്തിയാൽ LDF-മായി ചേർന്ന് നിൽക്കുന്നവരല്ലാതെ ഒരാളെ പോലും അഭിഭാഷകരായി നിയമിച്ച ചരിത്രമില്ല. പക്ഷേ UDF അധികാരത്തിലെത്തിയപ്പോൾ അങ്ങനെയല്ല, മറിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അഭിഭാഷകരെ നിയമിക്കുന്നു എന്നതാണ്. അതിൽ വരുന്നവരാകട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തവരും. അതാണ് ഇത്തരം വിമർശനത്തിന് വഴിയൊരുക്കുന്നത്. ഏതായാലും ഒരു തിരുത്തലിന് പാർട്ടി നേതൃത്വം, സർക്കാർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. KSU സംസ്ഥാന സംസാരിച്ചപ്പോൾ പറഞ്ഞു, നേരത്തെ ഒരു പ്ലീഡർ നിയമനം ഉണ്ടായപ്പോൾ അതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന സമയത്ത് തിരുത്തിയല്ലോ എന്ന്. അങ്ങനെ ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നാൽ പിന്നീട് ഉണ്ടാകുന്ന നിയമനങ്ങളിൽ അതിന്റെ കൂടി ജാഗ്രത ഉണ്ടാവുകയല്ലേ വേണ്ടത് റോഷിപാൽ? അത് സ്വാഭാവികമാണ്. ആദ്യഘട്ടത്തിൽ ഈ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ ഗവൺമെന്റ് ലീഡർ നിയമനം വിവാദമായതാണ്. അന്ന് തിരുത്തിയതാണ്. സ്വാഭാവികമായും പിന്നീട് ആ പട്ടികയിൽ തന്നെയുള്ള മറ്റ് രാഷ്ട്രീയ വിശ്വാസത്തിലുള്ളവർ അല്ലെങ്കിൽ പരിചയ സമ്പത്തില്ലാത്തവരുടെയൊക്കെ പേര് വാർത്തയായപ്പോൾ ഒരു തിരുത്തലിന് സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുശേഷം വന്ന പട്ടികയിലും അങ്ങനെ ഒരു ജാഗ്രത പാലിച്ചില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഒരു RSS ബന്ധമുള്ളയാൾ ഈ പട്ടികയിൽ കടന്നുകൂടിയത്. ഇന്നലെ SFI-യുമായി ബന്ധപ്പെട്ട ഒരാൾ അഭിഭാഷകൻ പട്ടികയിൽ കടന്നുകൂടിയതും വിമർശനത്തിന് വഴിയൊരുക്കി. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രജിത് രവീന്ദ്രൻ ഉൾപ്പെടെ അലോഷ്യസ് സേവ്യർ അടക്കമുള്ള നേതാക്കളൊക്കെ പരസ്യമായി നേതൃത്വത്തിനെതിരെ, സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ് ഈ ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്. കാരണം ഇനി ബോർഡ്, കോർപ്പറേഷൻ നിയമനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന്റെ ചർച്ചകളിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കുമ്പോൾ സമാനമായ അനുഭവം ഇതിലും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSU-ന്റെയും ഒക്കെ ഭാരവാഹികൾക്കുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ചുമത്തിയ കേസുകൾ, ആ കേസുകളിൽ പോലും കേസ് നടത്താൻ പോലും പണം നൽകാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. സമരം ചെയ്തവനും തലപൊട്ടിയവനും രക്തം തുപ്പിയവനും ഒക്കെ ഇനി വിശ്രമിക്കട്ടെ കുറച്ചു കാലം. ഇനി സർക്കാർ പണി മറ്റുള്ളവർ ചെയ്യട്ടെ, അത് CPM ബന്ധമുള്ളവരാണെങ്കിലും സംഘപരിവാർ ബന്ധമുള്ളവരാണെങ്കിലും എന്നുള്ള തരത്തിലാണ് അതൃപ്തി സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.